ത്രിയേക ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. മനനശിഖരത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ശരീരം കൊണ്ട് മാത്രം ജീവിച്ച് ഹൃദയം കൊണ്ട് ഒട്ടുമേ ജീവിക്കാതെ പോയ എത്രയോ മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. കിട്ടാതെ പോയവയോർത്ത് പരിഭവപ്പെട്ടും കിട്ടാനുള്ളവയോർത്ത് ഭാരപ്പെട്ടും യാതനയോടെ ജീവിക്കുന്ന എത്രയോ മനുഷ്യർ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ യേശുവിൻ്റെ ഒരു പതിവ് യാത്ര, ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ യാത്ര. വഴിയിൽ 10 കുഷ്ഠരോഗികൾ യേശുവിലേക്ക് ഓടിയെത്തുകയാണ്. സൗഖ്യമാണ് അവരുടെയും ആവശ്യം. 10 പേരും യേശുവിൻ്റെ കാൽക്കിലേക്ക് വീണ് സൗഖ്യത്തിനായിട്ട് അപേക്ഷിക്കുകയാണ്. കരുണ തോന്നുന്ന യേശുനാഥൻ അവർക്ക് സൗഖ്യം നൽകുന്നു. 10 പേരും ദേവാലയത്തിലേക്ക് ഓടിച്ചെല്ലുന്നു. പുരോഹിതനെ കണ്ട് സൗഖ്യത്തിൻ്റെ ബോധ്യം വരുത്തുകയാണ്. എന്നാൽ അസാധാരണമായി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, 10-ാമൻ മാത്രമാണ്, ഒരാൾ മാത്രമാണ് തിരികെ യേശുവിനെ കാണാനായിട്ട് വരിക. ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ അയാൾ യേശുവിൻ്റെ കാൽക്കിലേക്ക് വീണ് യേശു നായക സൗഖ്യം തന്നതിലുള്ള ഒരു 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 കൃതജ്ഞത നിർഭരമായ ഹൃദയം ഈ മനുഷ്യൻ അവിടെ യേശുവിന് മുൻപിൽ തുറന്നിടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, കൃതജ്ഞത നിറഞ്ഞ ഒരു ഹൃദയത്തേക്കാൾ മറ്റെന്തുണ്ട് ഈ ജീവിതത്തെ സുന്ദരമാക്കാൻ? പലപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ യേശുവിനെ പോലെ ഈ കൃതജ്ഞതയുള്ളൊരു ഹൃദയം സൂക്ഷിച്ച മറ്റൊരാൾ ഉണ്ടോ എന്ന് സംശയമാണ്. എല്ലായ്പ്പോഴും അവൻ അങ്ങനെയായിരുന്നു. ജീവിച്ച ചുറ്റുപാടുകളോട്, അവൻ്റെ പരിസരങ്ങളോട്, കുടുംബത്തോട്, സൗഹൃദങ്ങളോട്, തന്നെ ഭൂമിയിലേക്ക് അയച്ച അബ്ബാ പിതാവിനോടൊക്കെ അവൻ എല്ലായ്പ്പോഴും കൃതജ്ഞത സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് വേദപുസ്തകം നമ്മുടെ മുൻപിൽ തുറന്നിടുന്നത്. കടപ്പാടുകളും കടമകളും ഒന്നും ആവശ്യമില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലക്രമത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുക. ഈ ഇടയിൽ അലൂമിനിയം പാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി സന്ദർശിക്കുവാനായിട്ട് ഇടയായി. അവിടെ ചെന്നപ്പോൾ ധാരാളം സാധാരണക്കാരായ സ്ത്രീകളാണ് ഈ വലിയ മെഷീനുകളൊക്കെ തിരിക്കുന്നത്. അവരുടെ കൈകളിലേക്കൊന്ന് ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഇവിടെയായി ചില മുറിവ് ഉണങ്ങിയ പാടുകളുമൊക്കെ കരങ്ങളിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ചോദിച്ചപ്പോഴാണ് അവർ പറയുക, ഈ പാത്രങ്ങളുടെ ചീളുകളും പാത്രങ്ങളുടെ അരികുകളൊക്കെ കൊണ്ട് കീറിപ്പോയതാണ് അവരുടെ കരങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളുടെ പിന്നിൽ പോലും എത്രയോ മനുഷ്യരുടെ ചോരപ്പാടുകളുണ്ട്, എത്രയോ മനുഷ്യരുടെ അധ്വാനങ്ങളുണ്ട്, എത്രയോ മനുഷ്യരുടെ പ്രാർത്ഥനകളുണ്ട്. എന്തുമാത്രം കാര്യങ്ങളാണ് നന്ദി പറയുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളത്. ഓരോ നിമിഷവും ദൈവത്തോടും നമ്മുടെ ചുറ്റുപാടുകളോടും ചുറ്റുമുള്ള മനുഷ്യരോട്, പരിസ്ഥിതിയോടൊക്കെ എന്തുമാത്രം നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ അവസാനം ശ്വസിച്ചെടുത്ത ഈ ശ്വാസം പോലും ദൈവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു നന്മയല്ലേ? ശ്വാസത്തിൻ്റെ വിലയറിയണമെങ്കിൽ വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ ട്രക്കോസ്റ്റമി ട്യൂബിലൂടെ ശ്വസിക്കുന്ന മനുഷ്യരെ ഒന്ന് നോക്കിയാൽ മതി, അവരോടൊന്ന് ചോദിച്ചാൽ മതി. സ്വാഭാവികമായി ഒരു പ്രാവശ്യമെങ്കിലും ശ്വാസം എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യർ, ഒരു പ്രാവശ്യമെങ്കിലും ഈ പ്രപഞ്ചത്തെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യർ, ഒരു പ്രാവശ്യമെങ്കിലും പ്രിയപ്പെട്ടവരുടെ ശബ്ദം കാത് തുറന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യർ. നമുക്കിതൊക്കെ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും വില പലപ്പോഴും നമ്മൾ അറിയാതെ പോവുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ, നമ്മൾ ഉറങ്ങുന്നത് വരെ എത്രയോ ആളുകളുടെ നിസ്വാർത്ഥമായ ശുശ്രൂഷകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയൊക്കെ അവരിൽ നിന്ന് നമുക്കിത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃതജ്ഞതയുള്ളൊരു ഹൃദയം സൂക്ഷിക്കുവാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ. നന്ദിപൂർവ്വം ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ നമുക്ക് തലക്കനമില്ലാതെ ജീവിക്കുവാൻ, തലയെടുപ്പില്ലാതെ ജീവിക്കുവാൻ, അമ്പട ഞാനേ എന്നുള്ള ഭാവമില്ലാതെ ജീവിക്കുവാൻ, അല്പം കൂടെ കരുണയുള്ള മനുഷ്യരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കൃതജ്ഞതാ നിർഭരമായ ഒരു ഹൃദയം നമ്മളെ അല്പം കൂടെ കരുണയുള്ളവരാക്കി, അല്പം കൂടെ എളിമയുള്ള മനുഷ്യരാക്കി തീർക്കുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മളൊന്ന് ധ്യാനപൂർവ്വം ശ്രദ്ധിച്ചാട്ടെ. പ്രാർത്ഥന വിഷയങ്ങളെ ഒന്ന് ധ്യാനപൂർവ്വം വിശകലനം ചെയ്താട്ടെ. മുഴുവൻ പരിഭവങ്ങൾ, മുഴുവൻ പരാതികൾ, ലഭിക്കാതെ പോയതിനെ ഓർത്തുള്ള നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ ആയിട്ട് മാത്രം പ്രാർത്ഥനകൾ ഒതുങ്ങിപ്പോകുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്കൊരു കൃതജ്ഞതയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ദൈവത്തിന് നൽകുവാനായിട്ട് സാധിക്കും.
ഹൃദയം കൊണ്ട് ദൈവത്തോട് ഒരു താങ്ക് യു പറയുവാൻ, ഹൃദയം കൊണ്ട് നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ പങ്കാളിയോട്, മക്കളോട്, സഹോദരങ്ങളോട്, ചുറ്റുമുള്ള മനുഷ്യരോട് ഒക്കെ ഹൃദയപൂർവ്വം ഒരു താങ്ക് യു പറയുവാനായിട്ട് ഈ നോമ്പിന് നാളുകളിൽ നമുക്ക് സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ. പൗലോസ്ലീഹായുടെ ജീവിതം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനവും അല്ലെങ്കിൽ തെസ്സലോനിക്ക് എഴുതിയ ലേഖനങ്ങളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് മുഴുവൻ കൃതജ്ഞത നിറഞ്ഞ ഒരു ജീവിതത്തെ പറ്റി പൗലോസ് നമ്മളെ ഓർപ്പിക്കുക. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ നമ്മൾ ഓർക്കണം. ആ സമയത്തൊക്കെ പൗലോസ്ലീഹ തടവറയിലാണ്, ഏകാന്തതയിലാണ്, മുറിവനുഭവങ്ങളിലാണ്, നഗ്നതയിലാണ്, പട്ടിണിയിലാണ്. അപ്പോഴും പൗലോസ്ലീഹ പറയുകയാണ്, കൃതജ്ഞതയുള്ള ഒരു ഹൃദയം, ഒരു ആത്മീയ ജീവിതം സൂക്ഷിക്കുവാനായിട്ട് എന്നോട് നിങ്ങളോടും പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നന്മകൾക്ക് വേണ്ടി മാത്രമല്ല നന്ദി പറയേണ്ടത്, മുറിവനുഭവങ്ങൾക്ക് നന്ദി പറയണം, തോൽവികൾക്ക് നന്ദി പറയണം, വേർപാട് അനുഭവങ്ങൾക്ക് നന്ദി പറയണം, ജീവിതത്തിലെ പ്രതീക്ഷിക്കാത്ത വേദനകളോട് നന്ദി പറയണം. കാരണം അവയൊക്കെ നമ്മെ കരുത്തരാക്കിയിട്ടില്ലേ? അവയൊക്കെ നമ്മെ കൂടുതൽ ജീവിതത്തിൽ ധന്യമായ വിശ്വാസ അനുഭവങ്ങൾ, തീവ്രമായ വിശ്വാസ ജീവിതം സൂക്ഷിക്കുവാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടില്ലേ? എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നോമ്പിൻ്റെ നാളുകളിൽ അല്പം കൂടെ കൃതജ്ഞതയുള്ള, നന്ദിയുള്ള ഒരു ജീവിതം സൂക്ഷിക്കുവാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. ദൈവത്തോടും ചുറ്റുപാടുകളോടും സഹജീവികളോടും ഒക്കെ നമുക്കൊരു ഹൃദയം കൊണ്ട് ഒരു താങ്ക് യു പറയുവാൻ ഈ നോമ്പിൻ്റെ നാളുകൾ സഹായിക്കട്ടെ. 9 പേരെ പോലെയല്ല, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് നന്ദി പറഞ്ഞ ആ ഒരാളെ പോലെ ഈ നാടുകളിൽ ജീവിക്കുവാൻ എന്നെയും നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. എല്ലാവർക്കും നോമ്പിൻ്റെ മംഗളങ്ങൾ. ആമേൻ.